കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇരിക്കാലോ അല്ലേ? അത് നല്ല സുഖം. ചേച്ചി ഇരിക്കാറുണ്ടോ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഓമനിച്ച് നിങ്ങൾ മാത്രം ഇരിക്കുമ്പോൾ വിളിക്കുന്ന പേരെന്താ? ചേട്ടൻ കണ്ടിട്ടൊരു മൊരണനെ പോകുന്നുണ്ട്. ആണോ ചേച്ചി? നല്ലതാണ് അല്ലേ? അപ്പൊ പറ ചക്കരെ, സ്നേഹിച്ച് ഓമനിച്ച് വിളിക്കുന്ന നിങ്ങൾ മാത്രം ഇരിക്കുമ്പോൾ ഒരു പേര് എന്ന് പറഞ്ഞ് വിളിക്കും. കൊട്ടൂസേന്ന്. ചേച്ചി തിരിച്ച് ഡാഗിനിന്നാണോ വിളിക്കാറ്? ചേച്ചി ഞാൻ വിളിക്കുന്നത് റെസ്പെക്ട് ഉണ്ട് കേട്ടോ, എന്നെക്കാളും പ്രായം കുറവായിരിക്കും. ചേച്ചി തിരിച്ച് വിളിക്കുന്ന പേരെന്താ? കറക്റ്റ് പറയണം, ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കും. ഞാൻ കണ്ണാന്ന് വിളിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് എണീറ്റ്. ആ വിളിക്കാൻ നേരത്ത് മയിൽപീലിയൊക്കെ വെച്ച് ഓടി വരുന്നത്. നോക്കട്ടെ, അടുത്ത ആളാരാ? നെഞ്ചെടുപ്പുണ്ടോ? ഇല്ല, എന്റെ അടുത്തോട്ട് വരരുത് പ്ലീസ്. നിങ്ങള് ഞാൻ ഒന്നും ചോദിച്ചില്ല, പറയണം പറ്റിപ്പോയി. ഇതെന്താ ഇത്? ആദ്യം ചേച്ചിയുടെ നോക്കാം. ചേച്ചി, ഓമനിച്ച് വിളിക്കുന്ന ആ പേരെന്താണ്? കേൾക്കാൻ ആഗ്രഹം. പേരില്ല. ആധാർ കാർഡൊന്നും ഇല്ലേ? അങ്ങനെ പറയില്ല. ഓമനിച്ച് എന്തെങ്കിലും സ്നേഹത്തിൽ വിളിക്കുന്ന ഒരു പേര് കാണുമല്ലോ. പറ. വിളി പറയാൻ പറ്റാത്ത പേര് പിന്നെ പറഞ്ഞു. ശരി ചേട്ടാ, എന്താ ചേട്ടൻ പേരില്ലേ? ഇവര് കുടുംബമില്ലാത്തവരാണ് നിങ്ങള് അല്ലേ? ചേട്ടനെ കണ്ടറിയാം ചേട്ടന്റെ ഉള്ളിലൊരു പ്രേമസ്യമുണ്ട്. അപ്പൊ ഓമനിച്ച് ചേച്ചി വിളിക്കുന്ന പേരെന്താ? കേക്കട്ടെ. പ്രിയെന്ന് വിളി. ഓ പ്രിയേ, ഒരു ഗാനം. ഓ പ്രിയേ, എൻ പ്രാണനിലുണരും ഗാനം. ചേച്ചി വിളിക്കുന്നില്ല. ശരി, അതേപോലെ റൊമാൻറ്റിക് ആയിട്ടൊന്ന് പറഞ്ഞ് ശ്രമിച്ചു നോക്ക്. സുന്ദരാ. പഴയ 501 ബാർ സോപ്പിലാണ് ഇത്രയും പറയാറ്. ഇതൊക്കെ തോറ്റുപോയി. കലക്കി കയ്യുന്നത് സുന്ദരാന്ന്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും പ്രേമിക്കുന്നവരോ ഭാര്യ ഭർത്താക്കന്മാരോ എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, നീ എൻ്റെ എല്ലാം.